രാവിലെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കാനിറങ്ങിയതാണ്. കൂട്ടിന് ഞങ്ങളുടെ പോപ്പിയുണ്ട്. മുൻപൊക്കെ ഞാൻ വൈകുന്നേരങ്ങളിലായിരുന്നു ചെടി നനയ്ക്കാറ്. പക്ഷേ മുറ്റവടിയും ചെടി നനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിലവിളക്ക് കത്തിക്കേണ്ട സമയമൊക്കെ കഴിയും. അത് കാരണം ഇപ്പം ഞാൻ രാവിലെ തന്നെ ചെടികളൊക്കെ അങ്ങ് നനയ്ക്കും. 2 ദിവസം നല്ല മഴ കിട്ടിയത് കാരണം ചെടികളൊന്നും നനയ്ക്കണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ചൂടിൽ രാവിലെ നല്ലതുപോലെ നനച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ചെടികളെല്ലാം അങ്ങ് ഉണങ്ങും. ഈ വെർട്ടിക്കൽ പോട്ടിൽ ഞാൻ മുൻപ് പലതരം എപ്പീഷ്യ നട്ടിരുന്നത്. എല്ലാം വളർന്ന് പല കളറിൽ ഫ്ലവറായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എപ്പീഷ്യയ്ക്ക് വെയിലൊത്തിരി പറ്റത്തില്ലല്ലോ. വെയിലായപ്പോഴത്തേക്ക് എപ്പീഷ്യ എല്ലാം അങ്ങ് ഉണങ്ങി. അപ്പം ഞാൻ ഈ ചെടികളാക്കി. ഈ അടുത്ത സമയത്താണ് ഈ ചെടിയാക്കിയത്. ഇത് കണ്ടോ, ഈ നീഡിൽ ഗ്രാസ് അവിടെ ഇവിടെയായിട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. അതെല്ലാം മണ്ണിര തിന്ന് നശിപ്പിച്ചതാ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കർഷക മിത്രമാണ് മണ്ണിരയെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കർഷകൻ്റെ ശത്രുവാണ് മണ്ണിര. എൻ്റെ എല്ലാ ചെടികളും ഈ മണ്ണിര അങ്ങ് നശിപ്പിക്കും. ചെടികളെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചുവട് മൊത്തം മണ്ണിര ഇരിക്കുക. അത് കാരണം ഞാൻ എൻ്റെ എല്ലാ പോട്ടിലെയും പോട്ടിംഗ് മിക്സ് ഒക്കെ മാറ്റിയിട്ട് പുതിയത് നിറച്ച്. ഓർക്കിഡുകളെല്ലാം ഞാനൊരു PVC പൈപ്പിൽ വെച്ച് കെട്ടിയേക്കുക. ഇത് കണ്ടോ, ഈ ലെൻഡാന പൈപ്പിനകത്ത് വെച്ച് നല്ല ഭംഗിയില്ലേ കാണാൻ. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു സമയമാകും. എൻ്റെ ഫ്ലോക്സ് ഈ റിപ്സാലിസിലൊക്കെ പേളാകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല റെഡ് കളർ ആകുമ്പോഴാണ് ഇതിന് പേളാകുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഒരു മൂടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും ആക്കിയത്. എൻ്റെ ഡാർഫ്സീനിയ കണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ ഇതിൻ്റെ വിത്ത് വാങ്ങി നട്ടതാണ്. ആദ്യമൊക്കെ പിടിച്ച മൊട്ടെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞ്. അതുകൊണ്ടാണ് അത് ഇത്രയും ബുഷിയായിട്ട് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു